ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ചെറിയൊരു യാത്രേനെ പറ്റിയാണ്. പിന്നെ വീഡിയോയിൽ എൻ്റെ തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു ഇച്ചിക്കിച്ചൊക്കെ ഉള്ള കാരണം കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടാവും വർത്തമാനത്തിൽ, അതൊന്ന് ക്ഷമിക്കാം. ഞങ്ങൾ കോയമ്പത്തൂർ വരെ പോയിക്കായിരുന്നു ഒരു ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ രാവിലെ പോയി, സൺഡേ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഞങ്ങൾ 2 ദിവസത്തെ ഒരു യാത്ര. ഇവിടെ കസിൻ്റെ കുട്ടിയുടെ 56ാമത്തെ ദിവസത്തെ 56 ഡേയുടെ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. നമ്മൾ ഓൺലൈൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്വർഗ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കേട്ടോ റൂം 2 ബുക്ക് ചെയ്തത്. അപ്പം നമുക്കെപ്പോഴും ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നേരിട്ട് ഇതിൽ ഓൺലൈനിൽ കാണുന്ന പോലെ ആയിരിക്കും നേരിട്ടെന്നൊക്കെ ഉള്ളതാണല്ലോ. പക്ഷെ ഇത് നല്ല അടിപൊളി റൂമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും റൂമും ഒക്കെ. ഏറ്റവും ഭംഗി എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരു വിൻഡോൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് വിൻഡോ ഗ്ലാസ് ഒന്നും നീക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. എന്ത് രസമെന്ന് അറിയുമോ കാണാനായിട്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ വീഡിയോ എടുത്ത്. പിന്നെ ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം കൊണ്ട് രാവിലെ പോയ കാരണം നേരത്തെ എത്തി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും മോളും കൂടി പുറത്തിറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ഫാൻസി സ്റ്റോർ കണ്ടു വെച്ചിട്ടുണ്ടായി. അവിടെ പോയി 1-2 ഐറ്റമൊക്കെ വാങ്ങിക്കാനുണ്ടായി. അത് വാങ്ങി. പിന്നെ ചേച്ചി പറഞ്ഞു നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക, ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കൂടെ ഞാനങ്ങനെ പോയതാണ്. പിന്നെ എൻ്റെ കൂടി ചെയ്തു. അവിടെ നിറച്ച് സലോണൊക്കെ ഉണ്ട്. സലോണിൽ ഞങ്ങൾ പോയി അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കേട്ടോ. അങ്ങനെ ഗ്രീൻ ട്രെൻഡ്സ് കണ്ടു. അവിടെ പോയി എനിക്ക് ഒരു പാക്കേജ് ആയിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ വാഷും അതുപോലെ തന്നെ ഹെയർ സ്പാ, മസാജ്, പിന്നെ ബ്ലോ ഡ്രൈ, ഇതൊക്കെ കൂടിയിട്ട്. ഞാൻ ഹെയർ വാഷ് ചെയ്തു, ചേച്ചി ചെയ്തില്ല. എൻ്റെ ഹെയർ ആകെ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹെയർ വാഷും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മോള് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയത് വിസ്കണേ എന്ന് പറഞ്ഞിട്ടുള്ള തലയ്ക്ക് തൊഴിലില്ലാണ്ട് തരല്. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ക്ഷമ തെറ്റി. പോവാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ചേച്ചിയുടെ കഴിഞ്ഞൊക്കെ അവൾ അവിടെ വരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മോനും ചേച്ചിയുടെ മക്കളൊക്കെ കൂടി അമ്മയുടെ കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ റൂം ഈ റോഡിൻ്റെ അവിടെ ആയിട്ട് കാണുന്ന ആ സ്വർഗയാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കഴിക്കാനായിട്ട്. റൂമിലേക്ക് തന്നെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ പനീർ ടിക്ക, പിന്നെ ഇതുപോലെ സ്വീറ്റ് കോൺ കുറേ മസാലയൊക്കെ ഇട്ട് നല്ല ഇങ്ങനെ സാലഡ് പോലെയൊക്കെ എന്തൊക്കെയോ ചാറ്റ് മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. അതുപോലെ തന്നെ പൊരി മസാലയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇത് ചിക്കൻ തന്തൂരിയാണ് കേട്ടോ. അതുപോലെ ചിക്കൻ ലോലിപോപ്പ്. സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ നിറഞ്ഞൊരു വിധമായി. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യണല്ലോ എന്ന് പറഞ്ഞ് റൊട്ടിയും അതുപോലെ തന്നെ വെജ് കടായൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് റൈസും ദാൽ ഫ്രൈയും. ദാൽ ഫ്രൈയിലാണെന്ന് ഉപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കഴിച്ചു, പറ്റാവുന്നതൊക്കെ കഴിച്ചു. ബാക്കിയൊക്കെ വന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലോ, കളയന്നെ. അങ്ങനെ നമ്മൾ പിന്നെ അപ്പോഴേക്കും നമ്മൾ കസിൻസ് കുറച്ച് റിലേറ്റീവ്സൊക്കെ വരാനുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അവരെ കാണാൻ പോയി. എന്നിട്ടാണ് വന്ന് കിടന്നുറങ്ങിയത്. നെക്സ്റ്റ് ടൈം ഫേസൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വേഗം പോയി കഴിക്കാൻ പോയി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ നമ്മൾ റെഡിയൊക്കെ ആയി വരുമ്പോഴേക്കും ഇതൊക്കെ കഴിയും. ഒരുവിധപ്പെട്ട ഐറ്റംസൊക്കെ കഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം വന്ന് ഇതൊക്കെ കഴിച്ച് പോയിട്ടാണ് പിന്നെ റെഡിയൊക്കെ ചെയ്ത്. അപ്പോൾ ആ സാരിയൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയായി ഇറങ്ങാനുള്ള പുറപ്പാട്ടിലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക്. അപ്പോൾ വിജേഷിൻ്റെ ഒക്കെ ഒരു കസിൻ്റെ കുട്ടിയുടെ 56th ഡേ. അപ്പോൾ അവിടെ ബാംഗ്ലൂർ തന്നെയാണ് ഡെലിവറി ഒക്കെ ആയിരുന്നത്. 28th ഡേ അവിടെയായിരുന്നു നടന്നത്. അത് കഴിഞ്ഞ് അവരിങ്ങോട്ട് കൊണ്ടുവന്നു. കോയമ്പത്തൂരാണ് കുട്ടിയുടെ അമ്മയുടെ വീട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ പുറം ഭാഗം കാണാൻ നല്ല ഭംഗിയായിട്ടോ. പുറത്ത് ഉള്ളിൽ കയറി പിന്നെ നമുക്കൊന്നും അറിയില്ല, ഉള്ളിലുള്ളതെല്ലാം അറിയുള്ളൂ. അപ്പോൾ അവർ നല്ല ഭംഗി, അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നത്. ആ കുട്ടിയുടെ പേര് ശിവാൻഷ് എന്നാണ് കേട്ടോ. ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി പോണ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ നമ്മുടെ റാന്തൽ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അതിട്ടടുത്തൊന്നും തീരില്ല, അമ്മാതിരി ഭയങ്കര ലോങ് ആയിരുന്നു. അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ എന്താ ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ 28-ന് കുറേ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് വീണ്ടും ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേര് വിളിക്കലും അതുപോലെ അരയിൽ ചരടൊക്കെ കിട്ടുന്ന ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടി ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ക്യാമറ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിർത്തുമ്പോഴാണ് നമ്മുടെ ക്യാമറാമാനും വന്ന് മുമ്പിൽ 2 പേരുണ്ടായിരുന്നു. ഇവരെ കൊണ്ടൊരു രക്ഷയില്ല. വന്നിരിക്കുന്നവർക്കൊന്നും ഒരു
ഒന്നും കാണാൻ പറ്റണില്ല ആ ചടങ്ങുകൾ, അമ്മാതിരിയായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും മുമ്പിൽ വന്ന് പെടും. അങ്ങനെ കറക്റ്റ് എനിക്ക് ആ ഒരു ഞാൻ എടുക്കേണ്ട സമയമാകുമ്പോൾ കറക്റ്റ് എന്താണോ നമ്മളുടെ വരവിൻ്റെ ഉദ്ദേശം, ആ വീഡിയോ എടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അപ്പോൾ ആ സമയത്ത് അവർ ആരെങ്കിലും മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഞാനും മോളും കൂടി ഇതേപോലെ കുറച്ച് ഗോഷ്ടിയൊക്കെ കാട്ടി അവിടെ ഇരുന്നു. അങ്ങനെ ഇതാ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഇപ്പോൾ റിലേഷനിലുള്ളവരല്ലല്ലോ, അപ്പോൾ എല്ലാവർക്കൊന്നും കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അതിൽ പെടുത്തിയിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം വേണ്ടൊന്നും കിട്ടിയില്ല. കുട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യമായി. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി, തിരക്കും ബഹളവും, പിന്നെ എല്ലാവരും മാറി എടുക്കലും, അവനാകെ ഇറിറ്റേഷനൊക്കെ ആയി തോന്നുന്നു. പിന്നെ കരച്ചിൽ പിടിച്ചൊരു രക്ഷയുണ്ടായില്ല. ഇടയ്ക്കൊന്ന് നിർത്തും, പിന്നെ തുടങ്ങും. അങ്ങനെയായിരുന്നു. പൊതുവേ ശാന്തശീലനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ ദിവസം പിന്നെ അന്നത്തെ ദിവസം മിക്ക കുട്ടികൾക്കും അങ്ങനെയാണല്ലോ, കരച്ചിൽ ബഹളമായിരിക്കും. ഇടയ്ക്കൊക്കെ കിടന്ന് ഇങ്ങനെ കളിച്ച് കണ്ണൊക്കെ തുറന്ന് കിടക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, അതായത് സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. മഴ തുടങ്ങിയ കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴയൊന്ന് തുറന്നിട്ട് വേണം, വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് ഇത്തിരി നടക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മഴ നനഞ്ഞ് ആകെ കുളിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോയത്. അവിടെ എത്തി വേഗം തന്നെ നമ്മൾ ഒക്കെ പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. പിന്നെ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുമായിരുന്നു. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായി അത് കാരണം കൊണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് നേരം അവിടുത്തെ ആ ഫംഗ്ഷനിലെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ കുറച്ച് നേരം എൻ്റെ വായിക്ക് ഇത്തിരി റെസ്റ്റ് കൊടുക്കട്ടെ. അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ ഹോളിൽ നിന്ന് റൂമിലെത്തി. റൂമിൽ ഇതാ നമ്മൾ കോയമ്പത്തൂരിനോട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പോണ വഴിക്കുള്ള കാര്യങ്ങളാണ്. എനിക്കിങ്ങനെ പോണ വഴിക്ക് വീഡിയോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എത്രയെന്ന് വെച്ചിട്ട് വീഡിയോ നമ്മളുടെ ഈ ഒരു ചാനലിടുമല്ലേ, മോളിതാ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോന്നും കാട്ടി. അവൾ ഇങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവരും ഇല്ല. അപ്പോൾ ഫുൾ എല്ലാവരും ഇവൾക്കാണ് അറ്റൻഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൊഞ്ചലും ഒക്കെ കൊണ്ടും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കണമെന്ന് പറയുമ്പോഴേക്കും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നാലുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് ഇവിടെ റെയിൻബോ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ആ സമയത്ത് മോള് കിടന്ന് തുടങ്ങി, അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ശരവണ ഭവനിൽ കയറി ചായ കുടിക്കാൻ. പിന്നെ നമ്മൾ ഇടയ്ക്ക് എവിടെയൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു നമുക്ക് റെസ്റ്റ് റൂമിൽ പോകാനൊക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ മറ്റേ റെഡ് ഇടിയപ്പല്ലേ, റെഡ് റൈസ് കൊണ്ട് ഉണ്ടാക്കിയത്. അത് റെഡ് ഇടിയപ്പം ഇല്ലയെന്ന് ഞാൻ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ റെഡ് ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാൽ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാലും അതുപോലെ തന്നെ കുറുമയുണ്ടായി. ഞാൻ പിന്നെ ഒരു മസാല ദോശമേ കയറി പിടിച്ച് അത് കഴിച്ചിടും. പിന്നെ ഞങ്ങൾ കോഫിയും കായബജ്ജൊക്കെ വാങ്ങി. പിന്നെ മോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം മാത്രം കഴിക്കാം കേട്ടോ, അതൊന്നും മുക്കി കഴിക്കുക ഒന്നും ചെയ്യുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മാത്രമായിട്ട് കഴിക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ യാത്ര തുടർന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചത് കേട്ടോ, 11:30 എത്താൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.